ഒരു ആംപ്ലിഫയറിൽ വരുന്ന പവർ സപ്ലൈ, അതായത് ഇത് കുറച്ച് G-Techന്റെ പവർ സപ്ലൈ സെക്ഷൻ റെക്ടിഫയറിൻ്റെ PCBകളാണ്. അപ്പോൾ ഇതൊരു ചെറിയ മോഡൽ നോക്കിയാൽ, ഒരു 2 കപ്പാസിറ്റർ വരുന്ന മോഡൽ. ഇത് 2 സെക്ഷൻ സപ്ലൈ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു റെക്ടിഫയർ ബോർഡ് നോക്കിയാൽ PCB. അപ്പോൾ കുറച്ച് കുറഞ്ഞ മോഡൽ. പിന്നെ വരുന്നത് G-Techന്റെ ലേറ്റസ്റ്റ് വരുന്ന ഒരു PCB ആണ് ഈ കാണുന്നത്. നോക്കിയാൽ 2 കപ്പാസിറ്റേഴ്സ്. അതിൽ ഇത് കുറച്ച് കൂടുതൽ നല്ല ടൈപ്പ് ഒരു സർക്യൂട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കണ്ടന്റ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 15,000 മൈക്രോഫാരഡ് അങ്ങനത്തെ ഒരു ഹൈ പവർ ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വലിയ PCB ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ പാർട്സ് അസംബിൾ ചെയ്യുന്നത് പലർക്കും ചിലപ്പോൾ ടാസ്ക് ഉണ്ടാവാം. അത് നമുക്ക് ചെറുതായിട്ട് അതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സപ്ലൈ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലാഭം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നല്ല ഒരു പെർഫെക്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആദ്യം തന്നെ. രണ്ടാമത്തെ സൗണ്ട് ക്വാളിറ്റി. നമ്മൾ ഇവിടെയൊക്കെ ഗ്രൗണ്ട് കൊടുത്തിട്ട് പലതരത്തിൽ നിന്ന് നമ്മളെ 12ഉം 5ഉം മറ്റേ സെക്ഷനൊക്കെ വലിച്ച് ഇവിടെയും കണക്ട് ചെയ്യുന്നതിന് പകരം അങ്ങനെ ചെയ്യുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് വളരെ വൃത്തിയായിട്ട് പ്രൊഫഷണലി ചെയ്യാൻ നമുക്ക് ഇങ്ങനെയുള്ളൊരു PCB വർക്കൗട്ട് ചെയ്തെടുത്താൽ സാധിക്കും. ഏറ്റവും നല്ല സപ്ലൈക്ക് ഒരു എക്സാമ്പിൾ വെച്ചാൽ, ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് സപ്ലൈ എന്നായിരിക്കണം നമ്മൾ എല്ലാ സെക്ഷനിലേക്കും പോകേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ അസംബിൾ ചെയ്യുന്നത് 10-20 പീസ് വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ബോർഡുകളാണ്. സിംഗിൾ ബോർഡ് ഇപ്പോൾ SD എന്ന് ഇറക്കിയതുണ്ട് ഇവിടെ. അതല്ലാതെ വേറെ വളരെ കുറവാണ് സിംഗിൾ ബോർഡ് എന്ന്. പിന്നെ നമ്മളെ ആവശ്യത്തിന് നമ്മൾ അസംബിൾ ചെയ്ത് നമ്മളെ പ്രോഡക്റ്റായിട്ട് ഇറക്കണം, അത് വേറെ കാര്യം. അതല്ലാതെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അസംബിൾ ചെയ്യുന്നത് നാട്ടിൽ കിട്ടുന്ന പ്രോഡക്ട്സ്, കിട്ടുന്ന ബോർഡുകൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ബോർഡുകൾക്കൊക്കെ അതാത് സെപ്പറേറ്റ് സപ്ലൈസ് വേണം. 12 ആയിട്ടും ഡുവൽ സപ്ലൈ ആയിട്ടും 5 വോൾട്ട് ആയിട്ടും ചെറിയ വോൾട്ട് ആയിട്ടും ലൈറ്റ്, ഫാന്, പവർ സെക്ഷൻ, അതായത് പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട്, സബ്ബൂഫറിൻ്റെ സെക്ഷൻ, പ്രീ സ്റ്റേജ്, അതായത് ഇപ്പോൾ ഡീകോഡർ ഉണ്ടെങ്കിൽ അത്, ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എന്തോരം പവർ സപ്ലൈ സെക്ഷൻസ് നമുക്ക് വേണം. ഇപ്പോൾ ഇതാകുമ്പോൾ എല്ലാ സാധനവും ഇവിടെ റെഡി വന്ന് നിൽക്കും. നമ്മളെല്ലാ ഇൻപുട്ടുകളും ഇവിടെ കൊടുത്താൽ ഇവിടെ ഔട്ട്പുട്ടൊക്കെ റെഡി ആയിരിക്കും. റെഡി എടുത്തിട്ട് നമ്മൾ നേരിട്ടിട്ട് കറക്റ്റ് വൃത്തിയായിട്ട് വയറിങ് ചെയ്തുകൊണ്ടുപോകാം. നോയ്സ് ഇല്ല. അപ്പോൾ അതിൻ്റെ ചെറിയ 1-2 കാര്യങ്ങൾ പറയാം. അതായത് സപ്ലൈ കൊണ്ട് നമുക്ക് എന്തെല്ലാം അതിനകത്ത് നമ്മളെ ആംപ്ലിഫയറിൽ എഫക്റ്റീവ് ആവുന്നത്, ഏറ്റവും നല്ല ഒരു റിസൾട്ട് നമുക്ക് സപ്ലൈ കൊണ്ട് എങ്ങനെ കിട്ടാം അറിയാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം. അല്ലാത്തവർക്ക് ഇപ്പോൾ താഴെയുള്ള ചാപ്റ്റർ അടിച്ച് പോകാം. അപ്പോൾ നേരെ നമുക്ക് DIYയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഒരു നല്ല സപ്ലൈ ഉണ്ടെങ്കിൽ ഉള്ള ഗുണം? അതായത് ഈ കാലി PCB നമ്മൾ വർക്കൗട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതാണിപ്പോൾ നിലവിൽ. അതായത് നമ്മൾ എക്സ്ട്രാ ഔട്ടറും ഇന്നിനുള്ള കണക്റ്റേഴ്സ് ഒന്നും ഇട്ടില്ല, ബാക്കിയെല്ലാ വർക്കും കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമുക്കിപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇതിലേക്ക് വരുന്നത് സെക്ഷൻ വരുന്നത്, അതായത് ഇൻപുട്ടൊക്കെ വരുന്നത് എന്താ വെച്ചാൽ ട്രാൻസ്ഫോമർ ആയിരിക്കും. നല്ല ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ട്രാൻസ്ഫോമർ നല്ല പീക്ക് ലെവൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, പീക്ക് ലെവൽ ആംബിയർ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ട്രാൻസ്ഫോമർ ആയിരിക്കണം. ഇനിയിപ്പോൾ സ്റ്റീരിയോ ആയിട്ടോ സബ്വൂഫർ ആയിട്ടോ സെപ്പറേറ്റ് സെക്ഷൻസ് നിങ്ങൾ ഔട്ട്പുട്ടില്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് സപ്ലൈസ് ആണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെ ടാസ്ക്കാണ്, ആരും ചെയ്യാത്തൊരു രീതിയാണ്. പക്ഷേ ചെയ്താൽ ഏറ്റവും എഫക്റ്റീവ് ആവുന്ന രീതിയാണ് സെപ്പറേറ്റ് സപ്ലൈസ്. മീൻസ് ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ലെഫ്റ്റിനൊരു സപ്ലൈ, ലെഫ്റ്റിനൊരു സെക്ഷൻ വൈൻഡിങ്, റൈറ്റിനൊരു സെക്ഷൻ വൈൻഡിങ്, സെപ്പറേറ്റ് റെക്ടിഫയേഴ്സ്, സെപ്പറേറ്റ് കണക്ഷൻ. അതേപോലെ ഇപ്പോൾ സബ്വൂഫറിന് സെപ്പറേറ്റ് വൈൻഡിങ്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വളരെ ടാസ്ക്കാണ്, വളരെ ചിലവ് കൂടിയ ആംപ്ലിഫയർ ആവും, വർക്ക് കൂടും, പക്ഷേ പെർഫോമൻസ് വേറെ ലെവലാവും. പിന്നെ റെക്ടിഫയറിൽ ഉപയോഗിക്കുന്ന ഡയോഡ്, അതായത് ഇപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് ഡയോഡ് വരും. അപ്പോൾ അങ്ങനെയുള്ള ഡയോഡ്സ്, പിന്നെ കൂടാതെ 4007 വരുന്നുണ്ട്, അത് നല്ലതും ലോക്കലും ഉണ്ട്. അപ്പോൾ നല്ലത് തന്നെ ഇട്ടാലാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടുക. അപ്പോൾ നല്ലത് വാങ്ങിയിടുക. അതല്ലെങ്കിൽ സ്വിച്ചിങ് നോയ്സ്, അതായത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലതരത്തിലുള്ള ഒരു നോയ്സ് വരാം. പിന്നെ ഭാവിയിൽ ഡയോഡ് പോകുന്ന ഒരു കേസിലേക്ക് പോകുന്നത് ആ ലോക്കലി വില കുറഞ്ഞ ഡയോഡ് ഇട്ടിട്ടാണ്. അതേപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, ലോ ESR വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സ് ഇടണം. ഇതൊന്നും ലോ ESR വാല്യൂ അല്ല, ലോ ESR ടൈപ്പ് അല്ല. പക്ഷേ അത്യാവശ്യം നല്ല ഒരു കപ്പാസിറ്ററാണ്. ഇതുവരെ കൊടുത്തിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവരും കിട്ടിയിട്ടുള്ളത്. എനിക്കും നല്ല അനുഭവമാണ്. പക്ഷേ അതുമല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ലോ ESR എന്ന് പറയുമ്പോൾ ചിലവ് വളരെ കൂടുതലാണ്, കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബൾക്ക് ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ. സിംഗിൾ പീസ് അല്ലെങ്കിൽ 2 പീസ്, ഒരു 4 പീസ് അങ്ങനെ കിട്ടാനുള്ള പ്രയാസം കൊണ്ടാണ് നമ്മൾ നാട്ടിൽ സാൻബ, ഇപ്പോൾ 3Nix ആണ്, കെൽട്രോൺ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കാനുള്ള നിർബന്ധമാണ്. പിന്നെ ഈ സെക്ഷനിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് 334, അതുപോലെ 104 അങ്ങനെയുള്ള ചില സെക്ഷൻസ് കാണാം. അതായത് ചെറിയ ഫിലിം കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്യാനുള്ള സ്ഥലമാണത്.
ഫിലിം കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ തന്നെ റെക്ടിഫയർ സെക്ഷൻ കംപ്ലീറ്റ് വിലയും കയറും. കാരണം ഫിലിം കപ്പാസിറ്റേഴ്സ് നല്ല വിലയാണ്. അതേസമയം നമ്മൾ അതിന് പകരം ഉപയോഗിക്കാൻ സാധ്യത ഉള്ളത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പോളിസ്റ്റർ കപ്പാസിറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഫിലിം കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കാം. ഹൈ ഫ്രീക്വൻസി AC നമ്മൾ റെക്ടിഫൈ ചെയ്ത് വരുന്നതിൽ ഉള്ള ഹൈ ഫ്രീക്വൻസി നോയ്സ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഫിലിം കപ്പാസിറ്റേഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഏകദേശ പണി പോളിസ്റ്റർ കപ്പാസിറ്റേഴ്സ് ചെയ്യും എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. നമുക്ക് മനസ്സിലാക്കാം ശരിക്കും ഇത്രയല്ല കിട്ടേണ്ടത്, നമുക്ക് ഇനിയും ഒരുപാട് ഇതിൽ കിട്ടാനുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഫിലിം കപ്പാസിറ്റേഴ്സ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിൽ തൃപ്തിപ്പെടാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോളിസ്റ്റർ കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രീ സെക്ഷൻ ഇവിടെ ഇപ്പോൾ നമുക്ക് +12 മൈനസ് ഗ്രൗണ്ട് -12 അതുപോലെ ഗ്രൗണ്ട് +12 +5 ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അതായത് പ്രിയാമ്പ് സെക്ഷൻ, ഇപ്പോൾ DSP ഡീകോഡർ, USB മൊഡ്യൂൾ, അങ്ങനത്തെ എന്തിനൊക്കെ ആണെങ്കിലും അത് കറക്റ്റ് അതിന് വേണ്ട ഒരു ആംബിയർ ലെവൽ ഏതാണോ അത് കറക്റ്റായി കൊടുക്കുക. വോൾട്ടേജ് സ്റ്റേബിൾ ആക്കി നിർത്തുക. പവർ ആംപ്ലിഫയറിന് സപ്ലൈ ഡ്രെയിൻ അനുസരിച്ച് വ്യത്യാസം വരും, പക്ഷേ പ്രീ സ്റ്റേജുകൾ എപ്പോഴും സ്റ്റേബിൾ ആക്കി നിർത്തണം. ഇതിലെല്ലാം റെഗുലേറ്റഡ് ആണ് വരിക. ഇതിൽ 5 വോൾട്ടും 12 വോൾട്ടും എല്ലാം റെഗുലേറ്റഡ് ആണ് വരിക. അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല എഫക്റ്റീവ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് നിന്ന് കൊടുക്കുന്നത്. ഞാനിത് ചെയ്ത അത്രയും ഒരു എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ബോർഡുകൾ ഇവിടെ എടുത്തതും ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. G-Techൻ്റെ GT209 എന്നുള്ള ഒരു മോഡലാണ് ഈ PCB. അപ്പോൾ ഇത് നമുക്ക് നാട്ടിൽ കിട്ടും, ഒരു 100 രൂപ അറൗണ്ട് ഇതിന് റേറ്റ് ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്രയും സർക്യൂട്ടുകൾ കംപ്ലീറ്റ് ചെയ്ത് തീരുന്നതുകൊണ്ട് ആ പൈസക്ക് അത് മുതലാണ് നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ അസംബിൾ ചെയ്യാനുള്ള പാർട്സുകളിൽ നമ്മൾ ആദ്യം ചെറുത് വെച്ചിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ ഇതിലേറ്റവും ചെറുത് ഒന്ന് ഡയോഡ്, കപ്പാസിറ്റേഴ്സ്, ചെറിയ കപ്പാസിറ്റേഴ്സ്, അത് പിന്നെ വരുന്ന ജമ്പേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ടോട്ടലി വരുന്നത് 3 ജമ്പറുണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, പിന്നെ ഒന്ന് ഇവിടെ ഈ സെക്ഷനിൽ, ഒന്ന് ഇവിടെ ഒരു ജമ്പർ. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുത് ജമ്പറാണ് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യുന്നത്, എന്നിട്ട് വേണം ബാക്കി വെക്കുക. അപ്പോൾ ജമ്പറിന് ഇതുപോലെ ലീഡുകൾ ഉപയോഗിക്കാം, നിങ്ങൾക്ക് കറക്റ്റ് കോപ്പർ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ടൈപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഇനി വയറായിട്ടായാലും വയർ ജമ്പറായിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ സോൾഡറിങ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ നേരെ വലുത് വെക്കണം. ഓക്കെ, അങ്ങനെ പോകുന്നത് നല്ലത്. ഇവിടെ ഞാൻ സോൾഡർ ചെയ്തു. അപ്പോൾ ഞാൻ അടുത്ത നെക്സ്റ്റ് വരുന്നത് 4007 ഡയോഡാണ്. ഡയോഡിൻ്റെ പൊളാരിറ്റി നോക്കി വെക്കുക. അവിടെ എല്ലാ ഡയോഡും ഒരേ മാർക്കിങ്ങിലായിരിക്കില്ല. അപ്പോൾ ഡയോഡിൻ്റെ പൊളാരിറ്റികൾ അനുസരിച്ചിട്ട് മാർക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ വെക്കുക. അപ്പോൾ ഇത് ഡയോഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ഒരുപാട് സോൾഡറിങ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് ഫ്യൂസാണ് വെക്കാനുള്ളത്. ഇതാണ് ഫ്യൂസ്. ഇത് AC ഇൻപുട്ടിലാണ് ഫ്യൂസ് വരുന്നത്. അപ്പോൾ നമുക്ക് വലിയ സ്പൈക്കുകളൊക്കെ വരുമ്പോഴുള്ള റിസ്ക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു ഫ്യൂസ് നല്ലതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഇനി എൻ്റെ നേരെ വലുത് വരുന്നത് കപ്പാസിറ്റേഴ്സാണ്. ഇതിൻ്റെ നേരെ ഹൈറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ലോ വാല്യൂ കപ്പാസിറ്റേഴ്സ് ആദ്യം വെക്കാം. ഇവിടെ ഞാൻ ആദ്യം ഇപ്പോൾ വെക്കാൻ പോകുന്നത് 220 വോൾട്ട് കപ്പാസിറ്റേഴ്സാണ്. പിന്നെ 1000 ആണ് വെക്കാനുള്ളത്. അതിന് ശേഷം കപ്പാസിറ്റേഴ്സിൻ്റെ ലീഡ് സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു പൊസിഷനാണിത്. അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ കപ്പാസിറ്റേഴ്സ് അതേപോലെ തന്നെ പൊളാരിറ്റി നോക്കി വെക്കേണ്ടതാണ്. തെറ്റിച്ച് വെച്ചാൽ ഓണാക്കിയപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വെക്കാൻ പോകുന്നത് പോളിസ്റ്റർ കപ്പാസിറ്റേഴ്സാണ്. പോളിസ്റ്റർ അതിൻ്റെ നേരെ വലുതായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 334 എന്നുള്ള വാല്യൂ കപ്പാസിറ്ററാണത്, ഇതാണ് വെക്കുന്നത്. അതിന് ശേഷം 114J വെക്കാം. എല്ലാ കപ്പാസിറ്റേഴ്സും പ്രത്യേകിച്ച് പോളിസ്റ്റേഴ്സ്, ഫിലിം കപ്പാസിറ്റേഴ്സൊക്കെ ആണെങ്കിൽ മാക്സിമം ലീഡ് കുറഞ്ഞ രീതിയിൽ കാക്കുക. ഏറ്റവും കുറഞ്ഞ ലീഡായി വെക്കാവൂ. j പോളിസ്റ്റർ ഈ ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേറെ മോഡൽ കിട്ടും, സെറാമിക്കും ഉപയോഗിക്കാം. യഥാർത്ഥത്തിൽ ഫിലിം കപ്പാസിറ്റേഴ്സ് വരേണ്ടടത്താണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അതിൻ്റെ നേരെ വലിയ കപ്പാസിറ്റർ 1000 മൈക്രോഫാരഡ് 25 വോൾട്ട് 12 വോൾട്ട് ഡുവൽ സപ്ലൈ സെക്ഷനിൽ വരുന്നതാണത്.
അപ്പോൾ മാക്സിമം വോൾട്ടേജുകളെല്ലാം റെഗുലേറ്റഡ് ആയിരിക്കണം എന്ന് പണ്ട് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ റെഗുലേറ്റ് ചെയ്യാനുള്ള IC-കളാണിത്. ഒരു 5 വോൾട്ട് ആൻഡ് 12 വോൾട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 12 വോൾട്ട് IC 7812 പിന്നെ 7805 ആണ് റെഗുലേറ്റർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ 7912 നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട് ചില സാഹചര്യത്തിൽ -12 ആവശ്യമുള്ളിടത്ത്. അപ്പോൾ ഇതുപോലെ ഹീറ്റിന് ഒരു ചെറിയ സിങ്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് സ്ക്രൂ ചെയ്യുക. ഇതിങ്ങനെ സ്ക്രൂ ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്യുക. പൊസിഷൻ നോക്കി സോൾഡർ ചെയ്യണം. ഇൻ ആൻഡ് ഔട്ട് ആ ഹീറ്റ് സിങ്ക് പൊസിഷൻ പ്രിൻ്റ് നോക്കിയിട്ട് തന്നെ വെക്കുന്നതാണ് സേഫ്റ്റി. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് 7912 -, വോൾട്ടിനുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്നില്ല പറഞ്ഞല്ലോ. അപ്പോൾ ഇതും ഇതുപോലെ കറക്റ്റ് സോൾഡർ ചെയ്ത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ IC-യുടെ ഗ്യാപ്പിലുള്ള ടച്ചൊക്കെ കിടക്കുന്നുണ്ടോ നോക്കുക. പിന്നെ അടുത്തത് റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഇതിലേക്ക് ഈ റെക്ടിഫയർ D25S BA80 ആണ് ഇതിൻ്റെ നമ്പർ വാല്യൂ. നമുക്ക് നല്ല ആംബിയർ സപ്പോർട്ടിങ് ആണ്. ചിലതിൽ ഡബിൾ ട്രിപ്പിളൊക്കെ വരുന്നുണ്ട് റെക്ടിഫയർ, സോറി ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പം ആ കംപ്ലീറ്റ് ആ വലിയ കമ്പോണൻസും വെച്ചു. ഇനി നമുക്ക് വലിയ കപ്പാസിറ്ററാണ് വെക്കാനുള്ളത്. 10063 വോൾട്ട് കപ്പാസിറ്ററാണ്. ഇനി അടുത്തത് ത്രീനിക്സ് കമ്പനിയുടെ ആണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈ ക്വാളിറ്റി ഹൈ പവർ അല്ലെങ്കിൽ ഓഡിയോ ഗ്രേഡ് കപ്പാസിറ്റർ അല്ല ഇത്. നമ്മളിപ്പോൾ റെക്ടിഫിക്കേഷൻ എല്ലാത്തിനും മാക്സിമം ഉപയോഗിക്കുന്നത് ഈ കപ്പാസിറ്റർ ആയതുകൊണ്ട് ത്രീനിക്സ് എടുത്താണ്. നമുക്ക് ഓഡിയോ ഗ്രേഡ് എടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. മാക്സിമം ലോ ESR വാല്യൂ ഉള്ളത് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓഡിയോക്ക്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞാൽ മാക്സിമം ക്ലീൻ ചെയ്യുക. ഏതെങ്കിലും ക്ലീനിങ് ഏജൻറ്റ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഫ്ലെക്സ് പൊടി മറ്റു കാര്യങ്ങളൊക്കെ ഇത് ക്ലീൻ ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ RMC കണക്ടേഴ്സ്, ജാക്ക്, മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഫിറ്റ് ചെയ്തില്ല. ഞാൻ ഡയറക്റ്റ് സോൾഡർ ചെയ്താണ് ഇതിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈസി ടു ഫിക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ആ ടൈപ്പ് കണക്ടേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ റെക്ടിഫയർ ഊരിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ടി വന്നാലും. അപ്പോൾ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ടുള്ള ചില റെക്ടിഫയർ സെക്ഷനിൽ, അതുപോലെ ചില ഹൈ പവർ സെക്ഷനുകളിൽ ഞാൻ ചില കോമൺ PCBയിൽ ചിലർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ കപ്പാസിറ്റേഴ്സ് നമ്മളിവിടെ വെക്കുമ്പോൾ അതിൻ്റെ ലീഡുകൾ വളരെ നീളം കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നീളം കൂടി വെക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ വരുന്ന ആ ഒരു സ്പൈക്സ് ഉണ്ടല്ലോ, എന്തെങ്കിലും സാധ്യത കൊണ്ട് വരുന്നത്, അത് അവിടെ ഒരു ഇൻഡക്റ്റൻസോ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റൻസോ ഒരു റെസിസ്റ്റൻസോ ഏതെങ്കിലും ഒന്ന് ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഏറ്റവും ഷോർട്ടായിരിക്കണം ലീഡ്സ്, ഏറ്റവും ഷോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വേണം സോൾഡർ ചെയ്യാൻ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു സപ്ലൈ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഏതാണ് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ളത്, അത് നിങ്ങളെ അഭിപ്രായപ്പെട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫിലിം കപ്പാസിറ്റേഴ്സ് എടുത്താൽ ബെസ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക. കിട്ടുകയാണെങ്കിൽ പഴയ ആംപ്ലിഫയറുകളിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും സാധനം. അപ്പോൾ വളരെ മുമ്പ് നമ്മൾ ചെയ്തിരുന്ന ആ ആംപ്ലിഫയറുകളിലൊന്നും നമ്മൾ ഈ ടൈപ്പ് റെക്ടിഫയേഴ്സ് അല്ല ഉപയോഗിച്ച് നോർമൽ റെക്ടിഫയർ ബോർഡാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡയോഡ് റെഗുലേറ്ററൊക്കെ നമ്മൾ ക്യാബിനറ്റിലാണ് സോൾഡർ ചെയ്തിരുന്നത്, അത് സത്യമാണ്. പക്ഷേ നമ്മൾ മാറ്റം എപ്പോഴും മാറിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ആ വീഡിയോ അതിനകത്ത് 2.1 ഒക്കെ അസംബിൾ ചെയ്യുന്ന വലിയൊരു സീരീസ് തന്നെ ഉണ്ട്. അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്കൂ.